ഹായ്, എൻ്റെ പേര് അസ്ലം എന്നാണ്. ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. വയനാട് മേപ്പാടിയാണ് സ്വദേശം. ഞാൻ ഇവിടെ എത്തിപ്പെട്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് ഡിഗ്രി ചെയ്ത് വടകരയായിരുന്നു, BCom ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ കോഴ്സ് ചെയ്തിരുന്നു. അത് ഇതേ സെയിം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സായിരുന്നു. അവിടുത്തെയും ഇവിടുത്തെയും വെച്ച് വ്യത്യാസം എനിക്ക് പറയാനുണ്ട്. എന്ന് വെച്ചാൽ, അത് ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കാലിക്കറ്റ് ബേസ് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നോക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെയാണ് ടെക്കോറിസിനെ പറ്റി അറിയുന്നത്. അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യലും ഇവിടെ ജോയിൻ ചെയ്യലൊക്കെ പെട്ടെന്നായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ വിളിച്ച് ഞാൻ അവിടെ കോൺടാക്ട് ചെയ്തു. ഇങ്ങോട്ട് തന്നെ ഡയറക്റ്റായി പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ട് വന്നു. ഇവിടെ കണക്ട് ചെയ്ത് ഇവിടുത്തെ എന്താ പറയുക, അന്ന് തന്നെ എനിക്ക് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ, എന്താണ് ഇതിനെക്കുറിച്ച് എന്താണ് കൂടുതൽ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. കാരണം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് ഇവിടെ കിട്ടിയത്. തികച്ചും ഭയങ്കര വ്യത്യാസമായിരുന്നു. അവിടുത്തെ പഠിപ്പിൻ്റെ രീതി, അതായത് നമ്മളെ പഠിപ്പിക്കുന്ന രീതികളും ടീച്ചേഴ്സ് ആവട്ടെ, ഫാക്കൽറ്റീസ്, ഇവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെ റൈസാർ, റഫ്തി മിസ്, നൗറിൻ, ഇവരെല്ലാവരും എനിക്ക് എന്താ പറയുക, കൂടുതലായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ക്ലാസ്സൊന്നും കിട്ടിയിട്ടില്ല. അവിടെ വരുന്ന ടീച്ചേഴ്സ് ആവട്ടെ ആരും എന്താ പറയുക, തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളൊന്നും തീരെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. അതിനുശേഷമാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. ഇവിടെ ജോയിൻ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. സ്വന്തമായിട്ട് ചെയ്യണം, അതായിട്ട് മുമ്പോട്ട് പോകണമെന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ കാരണം. അങ്ങനെ ടെക്കോറിസിൽ വന്ന് ഇവിടെ ജോയിൻ ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, മെയിൻ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയാണ്. കാരണം അവരെ പഠിപ്പിക്കുന്ന രീതി ആവട്ടെ വളരെ ഫ്രണ്ട്ലിയാണ്, ഫണ്ണാണ്, എൻ്റർടൈൻമെൻ്റാണ്. കൂടുതലായിട്ടും ടീച്ചിങ് മെത്തേഡ്, ടെക്കോറിസി എന്താ പറയുക, ഏജൻസി ബേസ്ഡ് അക്കാദമി ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് പ്രൊജക്റ്റുകൾ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പേടികളോ പ്ലേസ്മെൻ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പേടി പറഞ്ഞ സംഭവം നമുക്ക് വരാനില്ല. ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ ആ ടൈമിൽ തന്നെ ജോലി കയറുന്ന ആഗ്രഹത്തോടെയാണ് അവിടെ പോയത്. പക്ഷെ അത് ഭയങ്കരമായിട്ട് തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 വർഷത്തോളം ഞാൻ എന്താ പറയുക, 3 വർഷം എനിക്ക് വെറുതെ പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇവിടെ എടുത്ത ആ 3 മാസം എനിക്ക് തികച്ചും എന്താ പറയുക, വളരെ യൂസ്ഫുള്ളായിട്ടാണ് ഞങ്ങൾക്ക് കരുതുന്നത്. ഞാൻ പ്ലേസ്മെൻ്റ് ആയത് ഇവിടെ തന്നെ പ്ലേസ്മെൻ്റായി. കാരണം അത് ഇവിടുത്തെ ഒരു എഫേർട്ട്, ഇവർ പഠിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ തികച്ചും വളരെ വ്യത്യാസം തന്നെയാണ്. ആ ഒറ്റൊരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ വേറെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇപ്പോൾ പുതുതായിട്ട് ബിസിനസ് അല്ലെങ്കിൽ അവിടെ കരിയർ ബിസിനസ് ഗ്രോത്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ അക്കാദമി തീർച്ചയായിട്ടും റെഫർ ചെയ്യും. കാരണം ആരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണം, സ്വന്തമായിട്ടൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കണമെന്ന്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടതും. പിന്നെ ഞാൻ കുറേ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പേർക്ക് അന്വേഷിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവരുടെ എക്സ്പീരിയൻസ് എന്താണ്. അങ്ങനെയാണ് ഞാനിവിടെ ജോയിൻ ചെയ്യുന്നതും ഇവിടെ പഠിച്ചിറങ്ങിയതും പ്ലേസ്മെൻ്റ് ആവുന്നതും. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ടെക്കോറിസിനോട് വളരെയധികം നന്ദി പറയാനുണ്ട്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ച 3 കൊല്ലം, ആ 3 കൊല്ലത്തിൻ്റെ 3 കൊല്ലം പോയി കിട്ടി. പക്ഷെ അത് ഇവിടെ 3 മാസം കൊണ്ട് എനിക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അത് എന്ന് വെച്ചാൽ 3 വർഷം എന്നുള്ള 3 മാസം കൊണ്ട് എനിക്കിവിടെ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും ടെക്കോറിസ് എത്രത്തോളം ഹെൽപ്ഫുള്ളാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ എൻ്റെ കരിയർ ഗ്രോത്തിന് ഏറ്റവും ഹെൽപ്ഫുള്ളായത് ടെക്കോറിസാണ്. സോ താങ്ക്സ് ടു ടെക്കോറിസ് ആൻഡ് ടീച്ചേഴ്സ്. താങ്ക്സ്.